ഫസ്റ്റ് നൈറ്റ് ആണോ ഇപ്പത്തെ കല്യാണത്തിന് ഫസ്റ്റ് നൈറ്റ്? 10 കൊല്ലമായി നമുക്കിനി ഒരു കുട്ടീനെ പ്ലാൻ ചെയ്യണം എന്നും പറഞ്ഞാണ് ഇവർ വരുന്നത്. അപ്പൊ നിങ്ങൾ ഇത്രയും നാൾ എന്ത് ചെയ്യുന്നത്? ഇത് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടെന്നാണ് അവരുടെ വിചാരം. അവർ ജോലി മാത്രം ചെയ്തോണ്ട് ഇതിലെ എല്ലാം പറഞ്ഞ് ആസ്വദിച്ചാലേ ഈ കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ. പിന്നെ ഇതിനകത്ത് തെറ്റുകൾ ശരിയാണോ നോക്കിക്കൊണ്ടിരിക്കാൻ പാടില്ല. ഒരു കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി ആ പുരുഷന്റെ അടുത്ത് അവരുടെ ഫാന്റസിയെ പറ്റി സംസാരിച്ച് എന്ത് സംഭവിക്കും? ഇപ്പൊ എന്തോരം കപ്പിൾസ് ആണ് വന്നത് തുറന്നു പറയുന്നത്. എനിക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു നീഡ് ഉണ്ട്, എനിക്ക് ഐദർ ഇമോഷണൽ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ നീഡ് ഉണ്ട്. അത് നമ്മളുടെ അടുത്തുനിന്ന് എനിക്ക് മേ ബി കിട്ടാഞ്ഞിട്ടായിരിക്കാം, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടായിരിക്കാം, എനിക്ക് വേറൊരാളോട് അട്രാക്ഷൻ തോന്നുന്നു. ഇത് പറയുന്നത് ഇവിടെ ഇപ്പൊ ഓപ്പൺ മാരേജ് വേണമെന്ന് പറയുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പം നമുക്ക് കൺസൾട്ടേഷന് വിളിക്കുന്നവരും വരുന്നവരിലും സ്ത്രീകളെ പറയണേ, എനിക്ക് ഓപ്പൺ മാരേജ് എന്ന് പറയുന്നത് എന്താണെന്നറിയാലോ, വേണമെന്ന് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറയുന്നു. ഇത് നിങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഈ വില്ലേജ് ഇത് പറഞ്ഞില്ലേ, എനിക്ക് ഇങ്ങനെ കോളുകൾ വരുന്നത് പലപ്പോഴും വളരെ റിമോട്ടായിട്ടുള്ള വില്ലേജിൽ നിന്നാണ്. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് അല്ലെങ്കിൽ വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലത്തു നിന്നുള്ള സ്ത്രീകൾ തന്നെയാണ് എനിക്ക് ഈ റിലേഷൻ പോരാ, എനിക്ക് വേറെ വേണം എന്ന് അവരുടെ ഭർത്താവിനോട് തുറന്നു പറയുന്ന സ്ത്രീകൾ ഇപ്പം ഉണ്ട്. ഐ മീൻ എനിക്ക് തന്നെ തുടക്കത്തിൽ ഷോക്കിംഗ് ആയിരുന്നു, കാരണം ഞാൻ വളർന്നു വന്നത് കൺസർവേറ്റീവ് ആയിരുന്നു. പക്ഷേ കാലം മാറി, അതെല്ലാവരും മനസ്സിലാക്കണം, കാലം മാറി. ഇതിനെ പറ്റിയുള്ള ഒരു കറക്റ്റ് ഒരു എഡ്യൂക്കേഷൻ ആൾക്കാർക്ക് ഇപ്പോഴും അത് കുറവാണ്. അത് ഞാൻ സമ്മതിച്ചു, വളരെ കുറവാണ്. ഇതിന് വലിയൊരു എഡ്യൂക്കേഷൻ ആവശ്യം ഉണ്ടോ? ബേസിക്കലി ഞാൻ ചോദിക്കുക, അതിന്റെ ഒരു അത്ര വലിയ എഡ്യൂക്കേഷൻ. ഇപ്പൊ നമ്മളിപ്പോ ഒരു എഡ്യൂക്കേഷൻ ഇല്ലാത്തതും വളരെ മനോഹരമായിട്ട് ചോദിക്കുന്നത്, എനിക്ക് എഡ്യൂക്കേഷൻ ഉള്ളവർക്കാണ് കൺഫ്യൂഷൻ. ആക്ച്വലി എഡ്യൂക്കേഷൻ ഉള്ള പലർക്കും അതെന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ബ്രെയിനിന്റെ പ്രോബ്ലം ആണ് ഞാൻ കണ്ടേക്കുന്നത്. ഇപ്പൊ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്ഫങ്ഷൻസ് ഉണ്ട്. അത് വേദനയുള്ളവരോ പറ്റാത്തവരോ താല്പര്യമില്ലാത്തവരൊക്കെ ഉണ്ടല്ലോ. ഇവരുടെ കാറ്റഗറി എടുത്തു നോക്കി അതില് ഡോക്ടർമാര്, ഞങ്ങളുടെ പേഷ്യൻസ് കുറെ ഡോക്ടർമാരുണ്ട്, നല്ല മറ്റേ വിവരമുള്ള ആൾക്കാരുണ്ട്, മെഡിക്കൽ നോളജ് ഉള്ളവർ, ഹെൽത്ത് നോളജ് ഉള്ളവർ, അതുപോലെ തന്നെ IT പ്രൊഫഷണൽസ്. എത്രയോ വർഷം കഴിഞ്ഞിട്ട് ഒന്നും സംഭവിക്കാത്ത IT. നമുക്ക് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിന് വരുമ്പോൾ 10 കൊല്ലമായി നമുക്കിനി ഒരു കുട്ടീനെ പ്ലാൻ ചെയ്യണം എന്നും പറഞ്ഞാണ് ഇവർ വരുന്നത്. അപ്പം നിങ്ങൾ ഇത്രയും നാൾ എന്ത് ചെയ്യുന്നത്? ഇത് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടെന്നാണ് അവരുടെ വിചാരം. അപ്പം അങ്ങനെ ഇവർ ഈ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരുന്നിരുന്ന് ഇവർ റോബോട്ട്സായി പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവർക്കിത് അതായത് ഫാമിലി പ്ലാനിങ്ങിന് വരുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇത്രയും വർഷം ഇവരെന്തോ ചെയ്തിരുന്നേ? അവർ ജോലി മാത്രം ചെയ്തോണ്ട് ഇത് അതായത് അത് മനുഷ്യര് ഒരുപാട് ഓവറായിട്ട് മെക്കാനിക്കലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് നല്ലതല്ല. ഒരുപാട് ഇങ്ങനെ ഓവർ ചിന്തകളിലൂടെ പോകുന്ന ആൾക്കാർക്കൊന്നും പ്രാക്ടിക്കൽ നടക്കില്ല. റിസർച്ചേഴ്സ്, ഈ പെർഫെക്ഷനിസ്റ്റ് ആളുകൾക്കാണ് ഇത് ശരിയാവാത്തത്. പിന്നെ അത് ചെയ്താൽ ശരിയാവോ, ഇത് ചെയ്ത് ഇതിനെക്കുറിച്ച് അധികം ചിന്തിച്ചത് ശരിയാവില്ല. ഇതിലെ എല്ലാം പറഞ്ഞ് ആസ്വദിച്ചാലേ ഈ കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ. പിന്നെ ഇതിനകത്ത് തെറ്റുകൾ ശരിയാണോ നോക്കിക്കൊണ്ടിരിക്കാൻ പാടില്ല. അല്ല, വേറെ സാധനമുണ്ട്. ഇപ്പം ഒരു 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 റീഡിംഗ് ആണ്. അതായത് ഇപ്പം സിനിമകൾ അല്ലെങ്കിൽ ചില ആർട്ട് ഫോംസുകൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നു. ഈ സാറ്റിസ്ഫൈഡ് ആണോ എന്ന സംഭവം, പറ്റുന്നുണ്ടോ ഇല്ലയോ ഇത് രണ്ടുപേരുടെ മനസ്സിലുണ്ട്. അപ്പൊ ഇത് കടന്ന് കളിക്കുന്ന ഒരു കളിയും കൂടി ഇല്ലേ, മനസ്സിന്റെ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് ഓക്കെ ആണോ, ഇത് ഈ ചോദ്യമുണ്ട്. ഇപ്പം ചില സിനിമകൾ മറ്റേ കെട്ടിവളന്റെ മാലാഖയ്ക്കകത്ത് പറഞ്ഞ ഇൻസിഡൻസ്, അങ്ങനത്തെ കുറെ ഇൻസിഡൻസ് ഉണ്ട്. ഇപ്പൊ ഇത് ആൾക്കാർ പറയുന്ന കുറെ കാര്യങ്ങൾ കേട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഇപ്പോഴും. ഉണ്ട്. അപ്പം അതിൽ ഒരു ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ സബ്ജക്റ്റിൽ എഡ്യൂക്കേഷൻ മസ്റ്റാണ്. സ്കൂൾ ലെവലിൽ, കോളേജ് ലെവലിൽ. പിന്നെ അവരുടെ അടുത്തുനിന്ന് മാത്രമല്ല, ഇവർ പഠിക്കുന്നത് മാതാപിതാക്കൾ പേരൻസിൻ്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്ന്, ടീച്ചേഴ്സിൻ്റെ എല്ലാവരുടെ അടുത്തുനിന്നുണ്ട്. കൗൺസിലിംഗ് ഉണ്ട്. ഇപ്പോൾ റിലീജിയസ് കൗൺസിലിംഗ് ഉണ്ടല്ലോ, കല്യാണത്തിന് മുമ്പുണ്ട്. എല്ലാ റിലീജിയനും അത്യാവശ്യം ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പക്ഷേ ഒട്ടും പോരാ, 1% പോലും കവറാവുന്നില്ല. അത് ഈ ആയിട്ടാണോ അവർ കാണുന്നത്, അത് അവരുടെ ഒരു ആവശ്യമായിട്ടാണോ കാണുന്നത്? അല്ല, എഡ്യൂക്കേഷൻ ആയിട്ട് തന്നെ നമ്മൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. കുട്ടികൾ എപ്പോഴും കാണുമ്പോഴേ അതൊരു അവരുടെ ഒരു ഇല്ല. ഇതായത് നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഓരോ ലെവലിൽ അല്ലെങ്കിൽ പേരൻസ് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ ലെവലിൽ, ഇപ്പം ഞാൻ പറയട്ടെ, ഒരു ടീനേജ് ആവാറായ ഒരു ആൺകുട്ടി പെൺകുട്ടികൾക്ക് പേരൻസിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും, നിങ്ങൾക്ക് ഇതേ 10-12 വയസ്സായി, നിങ്ങൾക്ക് ഇനി ഈ ചിന്തകളെല്ലാം വന്നു തുടങ്ങും. ഇവിടെ അതിന് മുമ്പേ തുടങ്ങും. കൊച്ചുകുട്ടികൾ മുതലേ ഉണ്ടല്ലോ ഇങ്ങനെ ഒരു സംഭവം, ജനിക്കുമ്പോൾ മുതലേ ഉള്ളതാണിത്. ഇത് ഹോർമോൺസ് വരുമ്പോൾ മാത്രമല്ല ഉള്ളത്, പല സ്റ്റേജസ് പറഞ്ഞിട്ടുള്ളതാണ്.
അപ്പോൾ അവർ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇനി കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ താല്പര്യം തോന്നും, അട്രാക്ഷൻ തോന്നും, അങ്ങനെ ഇങ്ങനെയൊക്കെ സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഫിസിക്കലായിട്ടൊരു റിലേഷൻ ഉണ്ടാവാം, അതിൻ്റെ കോൺസിക്വൻസസ് എന്താണ് കോൺസിക്വൻസസ് ഉണ്ടാവാം, പ്രഗ്നൻസി ഉണ്ടാവാം, അല്ലെങ്കിൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, അസുഖങ്ങൾ വരാം. ഇതൊക്കെ പേരൻസ് നല്ല വൃത്തിക്ക് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ സ്കൂളുകളിൽ പഠിപ്പിക്കണം, അതാത് ലെവലിൽ പഠിപ്പിക്കണം. കോളേജ് ലെവലിലെത്തുമ്പോൾ അതിൻ്റെ പിന്നെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതൊക്കെ ഇത് ഫോക്കസ് മൊത്തം അതിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ലൈഫിൽ എന്തുണ്ടാവും. അപ്പം ഇതുണ്ടാവാം. ഇതിനെ നമ്മളെങ്ങനെ മറികടക്കാം, എന്താണ് ശരി എന്താ തെറ്റെന്നുള്ളത് എല്ലാവർക്കും യൂണിഫോം അല്ല, ഒരിക്കലും അല്ല. എല്ലാ ഫാമിലിക്കും യൂണിഫോം അല്ല. അത് അവനവന് തീരുമാനിക്കാം. അവനവൻ്റെ കൾച്ചറും റിലീജിയനും ബിലീഫും എന്താണെന്ന് തീരുമാനിച്ചോട്ടെ. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇതൊരു ബേസിക് നീഡാണ്. ഇത് നിങ്ങൾക്ക് ഉണ്ടാവും. ഇത് പറഞ്ഞില്ലെങ്കിൽ കുട്ടികൾ വിചാരിക്കും, അയ്യോ ഇങ്ങനെ തോട്ട്സ് വരുന്നു, ഞാൻ ഭാവിയാണോ, ഞാൻ തെറ്റുകാരത്തെയാണോ, വേറെ ആരും ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇവർ സീക്രറ്റ്ലി സെൽഫ് താഴ്ത്തിക്കൊണ്ടിരിക്കും. അവരുടെ സെൽഫ് വർത്ത്, സെൽഫ് കോൺഫിഡൻസ് എല്ലാം ഭയങ്കരമായിട്ട് കുറയും. പക്ഷേ ഇതൊരു നോർമൽ ചേഞ്ചാണ്, അത് നാച്ചുറൽ ചേഞ്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുഴപ്പമില്ല. ഒരു കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഫസ്റ്റ് നൈറ്റിൽ ആ പുരുഷന്റെ അടുത്ത് അവരുടെ ഫാന്റസിയെ പറ്റി സംസാരിച്ചാൽ എന്ത് സംഭവിക്കും? രണ്ടാമത് പൊസിഷനെ പറ്റി സംസാരിച്ചാൽ എന്ത് സംഭവിക്കും? ഓർഗാസത്തെ പറ്റി സംസാരിച്ചാൽ എന്ത് സംഭവിക്കും? എനിക്ക് ഓർഗാസം വേണം, അതിനുവേണ്ടി നീ അതിനുവേണ്ടി പരിശ്രമിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? മേഡം പറഞ്ഞു, ഇപ്പൊ മേഡം പറഞ്ഞില്ലേ എഗ്രി ചെയ്യുന്നില്ല. അതും ഡിപ്പെൻഡിങ് ഓൺ ദ സ്ഥലം, വ്യക്തി, ജനറലി. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, ഇപ്പൊ എന്റെ കാലഘട്ടത്തിൽ, അത് 10-30 വർഷം മുമ്പായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം ഇല്ല, ആരും സംസാരിക്കില്ല. ഇപ്പോഴത്തെ സമയത്ത് ഞാൻ കാണുന്ന യങ്സ്റ്റേഴ്സ് കല്യാണത്തിന് ഫസ്റ്റ് നൈറ്റ് വിട്, അതിന് മുമ്പേ തന്നെ കാണുമ്പോൾ സ്ത്രീകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. സമയം മാറി, ജനറേഷൻ മാറി. ഡിസ്കഷൻ ഓക്കെ മേഡം. കല്യാണം എനിക്ക് തോന്നുന്നു ഒരു ഭൂരിപക്ഷം സ്ത്രീകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പൊക്കെ ഓക്കെ, പുരുഷന്മാർ ഭയങ്കര ഓക്കെ, അതിന് മുന്നേ സംസാരിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. ഭാര്യ എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് എത്തുമ്പോൾ നിനക്കിത് എങ്ങനെ അറിയാം? നിനക്കിത് എങ്ങനെ അറിയാം? നിനക്കിത് എവിടെ എക്സ്പീരിയൻസ്? മിണ്ടാൻ പറ്റില്ല. ഒരു കാമുകിയായിരുന്നപ്പോൾ ഒരു പക്ഷെ ഇതെല്ലാം കാണിക്കാൻ പറ്റില്ല, അവനും കാണിക്കാൻ പറ്റിയിരിക്കും. ആ പുരുഷനാണ് ഇത് ആസ്വദിക്കുകയും ചെയ്യും. പക്ഷെ മാരേജിന് ശേഷം അതൊരു ഭയങ്കര പ്രശ്നമായിട്ട് കാണുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതാണ് ഞാൻ അതിനെ ജനറൽ. പക്ഷെ അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഭയങ്കര മാറ്റമുണ്ട്. നമ്മൾ പറഞ്ഞത് ഇപ്പം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ഉണ്ട്. അപ്പം നമ്മളിപ്പം ഒരു മെജോറിറ്റിയുടെ കാര്യം, മൈനോറിറ്റിയുടെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പം സാധാരണക്കാരായ ആൾക്കാർ, ഈ പറഞ്ഞ പോലെ ഒരു ഗ്രാമപ്രദേശത്തുള്ള ആൾക്കാർക്ക് ഇത്രയും ഹൈ തിങ്കിങ് തോട്ട്സ് വരാനുള്ള സമയം ആയിട്ടില്ല ഇപ്പോഴും. അപ്പം ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും, കാരണം ഒരു സിനിമയിൽ പോലും അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞ നടിക്കെതിരെ തെറി വിളിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഒരു തമാശ എന്താണെന്നറിയോ, ഇപ്പൊ ഞാൻ ഒരുപാട് പേഷ്യൻസിനെ ഓൺലൈൻ ഓഫ്ലൈൻ ഒക്കെ കാണുന്നതുകൊണ്ട് പറയാണ്, നമ്മൾ വിചാരിക്കും ഈ സിറ്റിയിൽ വളർന്ന് ഫോർവേഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആൾക്കാരെന്ന്. അല്ല, ഞാൻ പലപ്പോഴും കണ്ടേക്കുന്നത് തനി പട്ടിക്കാട്ടിന്ന്, തനി വില്ലേജിൽ നിന്ന് വിദ്യാഭ്യാസം ഇല്ലാത്ത സ്ത്രീകൾക്ക് അവരുടെ ആവശ്യങ്ങൾ തുറന്നു പറയാൻ നന്നായിട്ട് അറിയാം. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ഇറ്റ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ, എന്താ പറയാ, അവരുടെ പേഴ്സണാലിറ്റീനെ ഡിപ്പെൻഡന്റ് ആണ് പലപ്പോഴും. അവർ ചിലപ്പോൾ തുറന്നു പറഞ്ഞില്ലെങ്കിലും വേറെ രീതിയിൽ ആംഗ്യ ഭാഷയിലൂടെ കാണിക്കാൻ അവർക്കറിയാം. പിന്നെ പതുക്കെ അവരുടെ നീഡുകൾ അറിയിക്കാൻ അറിയാം. അത് എനിക്ക് സിറ്റിയും നമ്മളീ പറഞ്ഞ ഈ കൺട്രി സൈഡ് പട്ടിക്കാടൊന്നും അല്ല, ഇത് വ്യക്തിത്വമാണ്. അപ്പം ഇപ്പോൾ ഇൻ്റർനെറ്റ് വന്നതുകൊണ്ട് വില്ലേജും സിറ്റിയൊക്കെ ഒരുപോലെയാണ് വളരണത്. നല്ല വ്യക്തിത്വമുള്ള സ്ത്രീകൾ എല്ലായിടത്തും ഉണ്ട്. പിന്നെ അത് അവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ, അവർക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ അവതരിപ്പിക്കാനും നന്നായിട്ട് സ്ത്രീകൾക്ക് പലപ്പോഴും അറിയാം. ഈവൻ ഭർത്താക്കന്മാരും ഭാര്യമാരും പോലും ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മുടെ അവിടെ വരുമ്പോൾ ഈ കൗൺസിലേഴ്സ് സംസാരിക്കുമ്പോൾ ഈ കൗൺസിലേഴ്സിൻ്റെ അടുത്താണ് പലപ്പോഴും ഈ സ്ത്രീകളോ പുരുഷന്മാരോ അവരുടെ കാര്യങ്ങൾ പറയണത്. അതായത് ഒരു ടോട്ടൽ സ്ട്രേഞ്ചറാ അവരോട് പറയണേ, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഇതുണ്ട്, ഞങ്ങൾക്ക് അത് കിട്ടുന്നില്ല, ഇത്. അപ്പോൾ തമാശ എന്താണെന്ന് വെച്ചാൽ ഒരു ടോട്ടൽ സ്ട്രേഞ്ചറിനോട് ഈ 10-30 വർഷം കൂടെ ജീവിച്ച ആളോട് പറയാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അവരതിന് ട്രെയിൻഡ് ആണല്ലോ, ആ ഇൻഫർമേഷൻ എടുക്കാനും ബയസ്ഡ് അല്ലാതെ എടുക്കാനൊക്കെ അവർ ട്രെയിൻഡ് ആണ്. പിന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്ട്രേഞ്ചറിനോട് പറയാൻ എളുപ്പമാണ്. അറിയാവുന്ന ആളെ നമ്മൾ ഇനിയും കാണണം, ജഡ്ജ് ചെയ്യുമെന്നൊരു പേടി. പിന്നെ ഈ പെർഫെക്ഷനിസം, ഞാൻ ഈ ഇതുണ്ട് ഇപ്പോഴും ഐഡിയൽ, അത് വലിയൊരു പ്രശ്നമാണ്. അതായത് ഐഡിയൽ ഭാര്യ ആയിരിക്കണം, ഐഡിയൽ ഭർത്താവായിരിക്കണം, ഐഡിയൽ പാർട്ട്ണർ ആയിരിക്കണം, ഐഡിയൽ കുട്ടിയായിരിക്കണം. ഈ ഐഡിയലിസമാണ്, പെർഫെക്ഷനിസമാണ് എല്ലാത്തിനും കാരണം. നമ്മുടെ ലൈഫ് ഒരിക്കലും അതൊരു പേടിയും കൂടിയില്ല അതിന്റെ അകത്ത്. അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ തമാശ എന്താണെന്ന് വെച്ചാൽ തിരിച്ചാണ് വാസ്തവം.
അതായത് ഒരു പാർട്ട്ണർ തുറന്ന് അവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ അവർക്ക് വേറെ ബന്ധം ഉണ്ടായിരുന്നെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടെന്നോ ഒക്കെ പറയുമ്പോൾ ഈ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിൻ്റെ മുകളിലാണ് നല്ല റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യണത്. വിവാഹബന്ധം ആയാലും പാർട്ട്ണർഷിപ്പ് ആയാലും എല്ലാം. അപ്പോൾ ഈ ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ സത്യം തുറന്ന് പറഞ്ഞാൽ അവർക്ക് ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും. തിരിച്ചാണ് പറയാതിരിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാവുക. കാരണം മിക്കവാറും പാർട്ട്നേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുള്ളവരാണെങ്കിൽ അവർ മനസ്സിലാക്കും. ഇപ്പം മാഡത്തിനൊരു കേരളത്തിൽ മൊത്തത്തിൽ ചേഞ്ച് ആകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? നല്ല ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ഒരു റെവല്യൂഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഞാനായിട്ട് തന്നെ കുറച്ച് തുടങ്ങി വെച്ചിട്ടുണ്ട്. അല്ല, എന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നി എന്താന്ന് വെച്ചാൽ ഒരു ചേഞ്ച് ആവശ്യമായിരുന്നു. അപ്പൊ ആരും സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഞാനായിട്ട് ഇത് അധികവും മതപരമായിട്ടാണ് ഇതിനെ മൊത്തം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. മതങ്ങൾ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഇതിനകത്ത്. അതിന് ഞാൻ സമ്മതിച്ചു തരില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മതങ്ങൾ തിരിച്ചായിരുന്നു, മതങ്ങൾ പ്രോ ആയിരുന്നു. ഓക്കെ, നിങ്ങൾ അമ്പലത്തിൽ പോയി നോക്കിയേ, എന്തൊക്കെയാണ് കൊത്തിവെച്ചേക്കണേ. നമുക്ക് ചെയ്യാൻ പറ്റാത്ത പൊസിഷനൊക്കെ അവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. പിന്നെ ചില സ്വാമി ഇത് ഉണ്ടല്ലോ, നമ്മുടെ മറ്റേ ഈ ഖജുറാവിലൊക്കെ തുണി കംപ്ലീറ്റ്ലി ഇല്ലാതെ സ്വാമിമാരാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അവിടെ ചുറ്റും നിറയെ സ്ത്രീകളിരുന്ന് പൂജിക്കുന്നുണ്ടല്ലോ, ഒരു കുഴപ്പമില്ലാതെ. ഈ അമ്പലങ്ങളിൽ എല്ലാ പൂജകളും എല്ലാ റിലീജിയനും ഫോർ റീപ്രൊഡക്ഷൻ ആണ്. ഇല്ലില്ല, ഈവൻ മുസ്ലിം ഇതിലും അവരുടെ എഡ്യൂക്കേഷനിൽ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പാർട്ട്ണർ വിളിച്ചാൽ നിങ്ങൾ എന്ത് ജോലി ചെയ്യണേലും അത് നിർത്തിയിട്ട് അതിന് പോകണമെന്നാ പറയണേ, അല്ലാതെ ഇത് പാടില്ല എന്നൊന്നും പറയുന്നില്ല. പിന്നെ അവർ മൾട്ടിപ്പിൾ മാരേജസ് അലൗഡ് ആണ്. കാരണം എന്താ, ഒരാൾക്ക് ചിലപ്പോൾ കുട്ടി ഉണ്ടാവാൻ കപ്പാസിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ലൈംഗികത ഉണ്ടാവില്ല, വേറെ കുറവുകൾ ഉണ്ടാവാം. അപ്പോൾ വേറൊരാളാവാം. ഇന്ന് അവരുടെ മതം തന്നെ സമ്മതിക്കുന്നുണ്ട്, ഇന്ത്യയിലും സമ്മതിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ സ്വയം ഭോഗവും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ക്രിസ്ത്യാനിറ്റിയിൽ ജനറലി ഇത് കുറച്ചും കൂടെ റെസ്ട്രിക്റ്റഡ് ആണ്. പക്ഷെ ക്രിസ്ത്യാനിറ്റി ഇവിടെ എവിടുന്നാ വന്നേ? ഇവിടുത്തെ ക്രിസ്ത്യൻസ് ആരാ? കേരളത്തിലെ ക്രിസ്ത്യൻസ് ആരാ? ഇവിടുത്തെ ഹിന്ദുസ് കൺവേർട്ടഡോ അല്ലെ വേറെ റിലീജിയൻസ് കൺവേർട്ടഡ് ആണ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ. അല്ലാണ്ട് യൂറോപ്പിൽ നിന്ന് ഡയറക്റ്റ്ലി വന്ന് ഇവിടെ താമസിക്കുന്നവർ കുറവല്ലേ? നമ്മളാരും വിദേശികളല്ല, നമ്മൾ ആക്ച്വലി ഇന്ത്യൻസ് ആണ്. ഭാരതീയരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലത്തും ഈ സബ്ജക്റ്റിനെ കംപ്ലീറ്റ്ലി ഫുൾ ഹാൻഡഡ് ആയിട്ട് സപ്പോർട്ട് ചെയ്ത ഒരു ജനതയാണ്. പിന്നെ കേരളത്തിന് എടുത്തു നോക്ക്, വേൾഡിൽ എവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും വെസ്റ്റേൺ വേൾഡിൽ അത്രയും ഫോർവേഡ് തിങ്കിങ് അല്ല. ഈ മരുമക്കത്തായം എന്ന് പറഞ്ഞാൽ എന്താണ്? ഐവറി ത്രോൺ എന്ന് പറഞ്ഞ മനുവിൻ്റെ ഒരു നോവലുണ്ട്, ഞാനിപ്പോൾ ഒരു ബുക്കുണ്ട്, അത് വായിച്ചുകൊണ്ടിരിക്കുക. ട്രിവാൻഡ്രം റോയൽ ഫാമിലിയിലെ സ്റ്റോറിയാണ്. അതിനകത്ത് പണ്ടത്തെ കേരളത്തിലെ സ്ത്രീകൾക്ക് മരുമക്കത്തായം അനുസരിച്ച് അവർക്ക് എത്ര പേരെ വേണമെങ്കിലും ആവാമായിരുന്നു പാർട്ട്നേഴ്സിന്. കല്യാണം എന്നൊക്കെ പറയുന്നത് പുതിയ സാധനങ്ങൾ, ഇപ്പോൾ വന്ന സാധനങ്ങൾ കുറച്ച് വർഷമായുള്ളൂ. അപ്പം നമ്മുടെ മതം എന്നൊക്കെ പറയുന്നതിൽ ഒരർത്ഥമില്ല. ഈ ബ്രിട്ടീഷുകാർ പല ആൾക്കാരായിട്ട്, ഇപ്പോൾ പോർച്ചുഗീസുകാർ, ഡച്ച്, ബ്രിട്ടീഷുകാർ വന്നപ്പോഴാണ് നമ്മുടെ ചേഞ്ചസ് മെയിൻലി ഉണ്ടായത്. ഈ പറഞ്ഞ സാധാരണ ഓരോ ഈ മറ്റേ നിയമം ഒക്കെ കൊണ്ടുവന്നത് അവരാണ്. നമ്മളുടെ പഴയ ഇതനുസരിച്ച് ഇതിനെ നമ്മൾ വളരെ ഭംഗിയായിട്ട് കണ്ടിരുന്ന ആൾക്കാരാണ്. ഇവിടെ അല്ലേ കാമസൂത്രയും താന്ത്രിക് സെക്സും, ഈവൻ ചൈനീസ് മെഡിസിനിലും താന്ത്രിക് സെക്സ് ഉണ്ട്, ഈവൻ ബുദ്ധിസത്തിൽ പോലും ഉണ്ട്. ഇതിലൊക്കെ വിഭാഗങ്ങളുണ്ട്. പിന്നെ വസ്ത്രം ഉടുക്കുന്നതും പണ്ട് നമ്മൾ മറിച്ചിരുന്നില്ലല്ലോ.